ചങ്ങായിമാരെ, നമുക്കിന്ന് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ചാണകമാരാറില്ലേ അഖിൽമാരാറ് മൂപ്പറുടെ കുറച്ച് തള്ളുകൾ കേട്ടാലോ? ഇന്ന് രാവിലെ ഉണ്ടല്ല ഫ്രഷ് ആയിട്ട് തള്ളിയ കുറച്ച് തള്ളുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിടാൻ പോകുന്നത്. നമുക്ക് ഈ അഖിൽമാരാറെ കുറിച്ച് പറയുമ്പോഴല്ല കുറച്ച് കാര്യങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യ കാലങ്ങളുണ്ടല്ല CPM-നെ കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു സീറ്റ് കൊടുക്കുന്ന മൂപ്പർ വിചാരിച്ച്. പക്ഷെ ലെവന്റെ കാവിക്കളസം ഉണ്ടല്ല, കാവിക്കളസം കോൺഗ്രസ്സുകാർ ആദ്യമേ കണ്ടിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ലെവന് സീറ്റ് കൊടുത്തില്ല. അപ്പൊ തന്നെ ലെവൻ ഉണ്ടല്ല ഐഡിയങ് മാറ്റി. പിന്നെ CPM-നെയും കോൺഗ്രസിനെയും ഒരുമിച്ച് ലെവൻ കുറ്റം പറയാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി നമ്മളെ മാരാറോട് പറഞ്ഞ്, മാരാറെ നീ നേരെ ജെട്ടി സാബിന്റെ അടുക്ക പോട്, ജെട്ടി സാബിന്റെ കുടുംബത്തിൽ അംഗമാവുക, എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി എന്റെ ചാണകക്കുണ്ടിൽ വീണോന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ ജെട്ടി സാബും ചാണകമാരാറും നേരെ പോയിട്ട് ആ ചാണകക്കുണ്ടിലേക്ക് വീണു. ഇനി നമുക്ക് ജെട്ടിമാരാർ ഇന്ന് രാവിലെ തള്ളിയ ആ തള്ള് വളരെ സസൂക്ഷ്മം ഒന്ന് വീക്ഷിച്ചു വന്നാലോ? തൃക്കാക്കരയിലെ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാരാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയല്ലേ? അതെ, അനുബന്ധത്തിരുത്ത് 2020 സ്ഥാനാർത്ഥി എന്ന് പറയേണ്ട ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ഭാഗ്യമാണ്. അർത്ഥത്തിൽ തൃക്കാക്കര പോലൊരു മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിന്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലം, ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ തന്നെ കുട്ടികളൊക്കെ ഉൾപ്പെടെ ഇവിടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൊട്ടാരക്കര പോലെ തന്നെ പ്രിയപ്പെട്ട നാടാണ് തൃക്കാക്കര. ഇനി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്കായി ചെയ്യാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തൃക്കാക്കര എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവിടെ ജയിച്ചു കയറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് തൃക്കാക്കരയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ഇത് കോട്ട അല്ലെങ്കിൽ ഈ കുത്തക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ വിരുദ്ധമായ വാക്കുകളാണ്. കാര്യം ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നതിനായിക്കോട്ടെ അവനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാവാതിരിക്കുക എന്നാണ്. അതിപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെയും ആരും അടിമയാവാതിരിക്കുക. ലെവൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിന. ലെവൻ എന്താ ഉദ്ദേശം എന്നറിയാം? ആരും നിലപാടുള്ള ഒരു അകമ്പള്ളാന്നാണ് ലെവൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ലെവനെ പോലെ നിലപാടില്ലാതെ എവിടെ നിന്നാണോ നക്കാപ്പിച്ച കിട്ടുന്നത് അവിടത്തേക്ക് അങ്ങ് ചാടിക്കോളുക. അതാണ് ലെവൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെയൊക്കെ നാട്ടില് അത്തരക്കാരാ വേറെ വാക്കുപയോഗിച്ച വിളിക്കാറ്. അതെന്താണെന്ന് അറിയാം? അപ്പപ്പ കാണുന്നവരാ അപ്പപ്പോന്ന് വിളിക്കുന്നവൻ, അങ്ങനെയാണ് നമ്മൾ വിളിക്കാറ്. ഇവൻ അത്തരക്കാരനാണെന്ന് പണ്ടേ തെളിയിച്ചതാണ്. പിന്നെ നമ്മളെ ചാണകമാരാറുണ്ടല്ല ജെട്ടി സാബ് വഴി ചാണകക്കുണ്ടിൽ വീണപ്പം ആദ്യം വിചാരിച്ചത് കൊട്ടാരക്കരയില്ലേ ഇവന്റെ ജന്മസ്ഥലം, അവിടെ സീറ്റ് കിട്ടുമെന്നാണ് ഇവൻ വിചാരിച്ചത്. ഇവൻ അവിടെ തന്നെ സീറ്റ് കിട്ടണമെന്ന് ഇവനെക്കാളും ആഗ്രഹിച്ചത് ഇവന്റെ നാട്ടുകാരാ. അതെന്തിനാണെന്നറിയാം? ഇവനേണ്ടല്ല കെട്ടിവെച്ച കാശ് പോലും കൊടുക്കാതെ തോപ്പിക്കാൻ വേണ്ടി ഇവന്റെ നാട്ടുകാർ അവിടെ തയ്യാറായി നിന്നിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഇവൻ ഏറെക്കുറെ മനസ്സിലായി ഇവന്റെ നാട്ടുകാർ ഇവന് കെട്ടിവെച്ച കാശ് പോലും കൊടുക്കാതെ അവിടുന്ന് കണ്ടം വഴി ഓടിക്കുന്നു. അത് മനസ്സിലാക്കിയ പാടില്ല ഇവനങ്ങ് പ്ലേറ്റ് മാറ്റി. ഇവൻ ജെട്ടി സാബിന്റെ കയ്യും കാലും പിടിച്ചിട്ട് നേരെ തൃക്കാക്കരയിലേക്ക് ഒരൊറ്റ വിരുത്ത്. ഇവന്റെ വിചാരമില്ല തൃക്കാക്കരയിൽ വന്നപ്പം സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇതങ്ങ് എടുക്കും, തൃക്കാക്കര ഞാൻ അങ്ങ് എടുക്കാന്നാണ് ഇവന്റെ വിചാരം. നിങ്ങൾ നോക്കിക്കോ, ഈ ഇലക്ഷൻ കഴിയുന്നെന്ന് വോട്ടെണ്ണുന്നുണ്ടല്ല ഇവനെ തൃക്കാക്കരക്കാറ് വട്ടത്തിലും നീട്ടത്തിലും കണ്ടം വഴി ഓടിച്ചിരിക്കും. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാകുന്ന അറിഞ്ഞാ പാടുണ്ടല്ല ഇവൻ തൃക്കാക്കരയിൽ സ്വന്തമായിട്ട് വീട് വരെ വാങ്ങിയിട്ടുള്ളത്. ഇലക്ഷൻ കഴിയുമ്പോൾ ഇനി തൃക്കാക്കരക്കാർ ഇവനെ കാണുമ്പോൾ പറയും തോറ്റമാരാറെന്ന് ഒരൊറ്റ വിളിയായിരിക്കും. ആ വിളി കേൾക്കുമ്പോൾ എന്തിനുണ്ടല്ല ഇവൻ തൃക്കാക്കരയെന്ന് ഒരൊറ്റ മുങ്ങും. പിന്നെ എവിടെയോ പൊങ്ങുമെന്നറിയാൻ ബിഗ് ബോസ് ഇല്ലേ, ബിഗ് ബോസ് ഹൗസിലായിരിക്കും ഇനി ഇവൻ പൊങ്ങുക. നമുക്കിനി നമ്മളെ ചാണകമാരാർ ഇന്ന് രാവിലെ പറഞ്ഞ നിങ്ങളെയൊക്കെ കേൾക്കുന്ന നിങ്ങളെയൊക്കെ ചിരിച്ച് പണ്ടാരടിപ്പിക്കുന്ന ഒരു ഡയലോഗ് കൂടി കേട്ടിട്ട് വന്നാലോ? മാരാർ ഇന്ന് രാവിലെ തള്ളിയത് ബിഗ് ബോസ് കണ്ട എല്ലാവരും മാരാർക്ക് വോട്ട് ചെയ്യുമെന്നാണ് മാരാർ ഇന്ന് രാവിലെ തള്ളിയത്. ആ മനോഹരമായ തള്ളും കൂടി നമുക്കിന്ന് കേട്ടിട്ട് വരാം. ഇപ്പോൾ ഒരു അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലൂടെ വന്നു, പിന്നീട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ്. ആ ഒരു സ്റ്റാറ്റസ് തൃക്കാക്കരയിൽ വരുമ്പോൾ എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് വേണം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഇത്തരം ചിന്തകളൊന്നും രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കിടയിൽ വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെയുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എന്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. കാരണം അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം ഞാൻ അതിൽ നിന്ന് 1% പോലും മാറിയിട്ടില്ല. എന്റെ സ്വഭാവത്തിലൊരു മാറ്റമില്ല, എന്റെ പ്രവൃത്തിയിലൊരു മാറ്റമില്ല. എനിക്ക് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടി എതിർത്താൽ സ്വാഭാവികമായിട്ട് അവരുടെ ആൾക്കാർ എന്നെ എതിർക്കും. അവർ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ എതിർക്കും. പക്ഷേ ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾക്ക് എതിർക്കാൻ പറ്റത്തില്ല. 100 ദിവസത്തെ ലൈഫിൽ അവർക്ക് എന്നെ അറിയാം. ഇവന്റെ കൂടെ ബോധവും വിവരമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഈ മത്സരം നടക്കുന്നത് ബിഗ് ബോസിലേക്കല്ല, കേരള നിയമസഭയിലേക്കാണ് ഈ മത്സരം നടക്കുന്നതെന്ന് ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ബിഗ് ബോസ് കണ്ടവരാരും ഇവനെ മറക്കില്ല, അവരൊക്കെ ഇവര് വോട്ട് ചെയ്യുന്നതാണ് ഈ വെട്ടാവളിൽ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് തൃക്കാക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും വോട്ട് ചെയ്യാന്നാണ് ഈ വെട്ടാവളിന്റെ ഇപ്പോഴുള്ള ധാരണ. എനിക്കെന്താ തോന്നറിയാം, ഇവനാണ് ജെട്ടി സാബിന് ബുദ്ധി പറഞ്ഞു കൊടുത്തതെന്ന്. അതായത് നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ ഉള്ള സീരിയൽ നടിമാരെയും സിനിമാ നടിമാരൊക്കെ അങ്ങ് നിർത്തിച്ചാൽ മതി, അപ്പൊ തന്നെ വിജയിക്കുന്നു ഇവനാ പറഞ്ഞു കൊടുത്തേ തോന്നുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് വീണ നായർ, വേറൊരു സ്ഥലത്ത് അഞ്ജലി നായർ, വേറൊരു സ്ഥലത്ത് ചാണകമാരാറ്, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ ചാണകങ്ങൾ. പിന്നെ എല്ലാരും നായറും മാരാറൊക്കെ ആയണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ, എല്ലാം ഒക്കെ അല്ലേ. നിങ്ങൾ കണ്ടോ, ഈ ഒന്നിന് പോലും ഉണ്ടല്ലോ കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. ഇതൊക്കെ ഉണ്ടല്ലേ തിരിച്ചു പോയാല് സീരിയലിലും സിനിമയിലും വരെ ഇതിനൊന്നിനും എടുക്കൂല. ഈ എല്ലാത്തിനും പണി പോയിട്ട് എല്ലാത്തിനും ഉണ്ടല്ല ഇനി ബംഗാളികളെ കൂടെ ജോലിക്ക് പോകേണ്ട അവസ്ഥയുണ്ടാവും. എന്തായാലും അങ്ങനെ വരില്ലട്ടാ. നമ്മളെ ജെട്ടിക്കാൻ പറ്റില്ല, ജെട്ടിക്കാൻ പറ്റില്ല, ജെട്ടിന് എലാസ്റ്റിക് വെക്കാൻ പറ്റില്ല, എല്ലാത്തിനും പോകാം. ആ പണി എന്തായാലും കിട്ടും. എന്റെ മാരാറെ, നിലപാടിന്റെ മാരാറെ, എനിക്ക് നിന്നെ കാണുമ്പോഴില്ല ആദ്യം ഓർമ്മ വരുന്നത് നിന്റെ ഫസ്റ്റത്തെ ഡയലോഗാണ്. ഏത് ഡയലോഗാന്ന് അറിയാം? നിന്നോടൊരാള് ബിഗ് ബോസ് പോകുന്ന വെച്ചപ്പോ നീ അയ കൊടുത്ത മറുപടിയില്ലേ, അതിലും നല്ലത് ലുലു മാള് പോയിട്ട് തുണുപൊക്കിട്ട് എന്തോ ചെയ്ത ജോലിയില്ലേ, അതാ നല്ലതെന്ന് പറഞ്ഞില്ലേ, ആ ഡയലോഗ് അത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. ആ ഡയലോഗും പറഞ്ഞിട്ട് നീ നേരെ പോയത് ബിഗ് ബോസിലേക്കാണ്. അങ്ങനെ പറഞ്ഞ വാക്കും പറഞ്ഞ നിലപാടും ഒറ്റ മണിക്കൂർ കൊണ്ട് ഒറ്റ മറിക്കൽ മറിച്ച നിന്ന എങ്ങനെയാണ് മലയാളികൾക്ക് മറക്കാൻ പറ്റുക? പിന്നെ എനിക്ക് നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നീ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത സിനിമയില്ലേ, ഒരു സിനിമ, ആ സിനിമയിൽ നീ അഭിനയിച്ച രംഗമില്ലേ, ആ രംഗം മോനെ ഒരാൾക്ക് മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും ആ രംഗം മറക്കാൻ കഴിയില്ല. കാരണം അത്രയും അഴുക്കായിട്ട് അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്റെ മാരാറെ നീ അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ വൃത്തികെട്ട രീതിയിൽ അഭിനയിച്ച നീയാണ് നമ്മളെ പൃഥ്വിരാജിന്റെ അഭിനയത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. പൃഥ്വിരാജിനെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി നിനക്ക് ഉളുപ്പും നാണോ മാനമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല മാരാറെ, ആ സാധനം നിനക്കില്ലാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് മാരാറെ, നീ തള്ളുന്നതിന് മുമ്പിലെ, ഈ ഇലക്ഷനെ വന്ന് തള്ളുന്നതിന് മുമ്പിലെ നീ മുന്നേ തള്ളിയൊരു തള്ളലുണ്ട്. വയനാട് ദുരന്തബാധിതർക്ക് 3 വീട് വെച്ചു കൊടുക്കുന്നു. ആ വീട് എവിടെ മാരാറെ? ആദ്യം പോയിട്ട് നീ അവർക്ക് 3 വീട് വെച്ചു കൊടുക്ക്. ആ വാഗ്ദാനെങ്കിലും ആ നിലപാടെങ്കിലും നീ ആദ്യം പാലിക്ക്. അതൊക്കെ പാലിച്ചിട്ട് പോലെ ഇവിടെ വന്നിട്ട് ഈ കെട്ടിവെച്ച കാശ് പോക്കില്ലേ, കെട്ടിവെച്ച കാശ് പോകാനുള്ള ഈ ഇലക്ഷൻ നിൽക്കല് നാണവും മാനവും ഉളുപ്പില്ലാതെ ഇവനുണ്ടല്ല. ആദ്യം BJP കുറ്റം പറഞ്ഞ്, പിന്നെ നമ്മളെ മോദിജിയെ കുറ്റം പറഞ്ഞ്, അതിനുശേഷം BJP-ക്കാർ ദേശദ്രോഹത്തിന് കേസ് കൊടുത്തപ്പം ഇവരുടെ നേരെ പോയിട്ട് BJP-ക്കാരെ കാലങ്ങ് പിടിച്ച്, ഇവൻ കാല് പിടിച്ചപ്പം BJP-ക്കാരുടെ ആ കേസങ്ങ് പിൻവലിച്ച്, പിന്നെ BJP-ക്കാരുടെ അടിമയായിട്ട് ഈ വേട്ടാവളിയും ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചാണകമാരാറെ, നിന്റെ നിലപാടില്ലായ്മയുടെ കഥകളുണ്ടല്ല, വെറുതെ നീ പറയിപ്പിക്കല്ലാട്ടാ. പറഞ്ഞു കഴിഞ്ഞാല് തീരാത്ത കഥകളുണ്ട് നിന്റെ. അതുകൊണ്ട് തന്നെ ജെട്ടി സാബുവിന്റെ ജെട്ടി കുടുംബത്തിലെ ജെട്ടിമാരാറെ, നിന്റെ ധാരണ മലയാളികൾ തൃക്കാക്കരയുള്ള വോട്ടർമാർ നിന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണല്ലേ? നീ എന്തായാലും അത് സ്വപ്നം കണ്ടിട്ട് അവിടെ നല്ലോണം പ്രവർത്തിച്ചോ. ഇലക്ഷൻ കഴിയുമ്പോൾ വോട്ടെണ്ണം നന്നുണ്ടല്ല, കേരളത്തിൽ ഏറ്റവും ദയനീയമായിട്ട് ആരെങ്കിലും പൊട്ടുന്നുണ്ടെങ്കിൽ അത് നീയായിരിക്കും മാരാറെ, അത് നീയായിരിക്കും. അപ്പൊ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടാൻ പോകുന്ന ജെട്ടിമാരാർക്കും ചാണകമാരാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.